ഹലോ ഫ്രണ്ട്സ്, ഇനി ഈ ചോളം കൊണ്ട് കുട്ടികൾക്ക് നല്ല അടിപൊളിയായിട്ടൊരു 3 തരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഈ ചോളം 2 കഷ്ണമാക്കിയിട്ട് കുക്കറിലേക്ക് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വേവിക്കാം. ഒരു 2 വിസിലെടുത്താൽ മതി, നന്നായിട്ട് വെന്തിട്ടുണ്ടായിരിക്കോളും. അപ്പോൾ അത് വാങ്ങി വെച്ച് ഗ്യാസൊക്കെ ഔട്ടായ ശേഷം നമുക്ക് തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിനുശേഷം ഇതിങ്ങനെ മുറിച്ചെടുക്കണം. ഓരോ അല്ലി ഇങ്ങനെ വേർതിരിച്ചെടുക്കുമ്പോഴേക്കും ഒരുപാട് സമയമെടുക്കും. അതിന് പകരം നമ്മളിങ്ങനെ ഒറ്റയടിക്ക് മുറിച്ചെടുത്താൽ പെട്ടെന്നാവും. ഇത് കോൺഫ്ലവർ പൊടിയിലാണ് പൊടിച്ചെടുക്കുന്നത്. ഇതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, പറങ്കിപ്പൊടി ഈ 3 സാധനങ്ങൾ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത ശേഷം നമ്മുടെ ഈ ചോളം കൂടി ഇതിലേക്കിട്ട് മിക്സ് ചെയ്യാം. അതിന് ശേഷം മാത്രം നമ്മൾ വെള്ളം കുറച്ചൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ആദ്യമേ വെള്ളം ചിലപ്പോൾ വന്നിട്ട് കൂടാൻ ചാൻസ് ഉണ്ടാവും. അതുകൊണ്ട് ആവശ്യത്തിന് വളരെ കുറച്ച് മാത്രം വെള്ളം ഇതിൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതാണ് നമ്മൾ എണ്ണയിലിട്ട് വറുത്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ഒരു നല്ല ചൂടുള്ള എണ്ണയിൽ കുറച്ച് ഒരു സ്പൂണായിട്ട് ഈ ഒരു ചോളത്തിൻ്റെ സാധനങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു പരിപ്പ് വട പോലെയൊക്കെ കാണുമ്പോൾ ഫീൽ ചെയ്യും. കുഞ്ഞു റൗണ്ടായിട്ടൊക്കെ കിട്ടുന്നതാണ് ഇതിലേക്ക്. ഇനി അടുത്ത റെസിപ്പി എന്ന് പറഞ്ഞാൽ, ഈ ചോളം നമ്മൾ ഓൾറെഡി ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് 2 ബൗളുകളിലേക്കായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൽ 2 ഡിഫറെൻ്റായിട്ട് ടേസ്റ്റസാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷെ 2ലും കോമൺ ആയിട്ട് ഉപ്പും അതുപോലെ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ചോളത്തിൽ എപ്പോഴും മുളക് പൊടിയേക്കാളും കുരുമുളക് പൊടിയാണ് കുറച്ചുകൂടി ടേസ്റ്റായി തോന്നൽ. നമ്മൾ മോളിൽ നിന്നൊക്കെ വാങ്ങിക്കുമല്ലോ, അപ്പോൾ അതുപോലെ 2ലും കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഒന്നിൽ ഒറ്റൊരു സാധനം മാത്രമേ ബാക്കി ഉള്ളൂ ചേർക്കാൻ വേണ്ടിയിട്ട്. ഒരു ചെറുനാരങ്ങയുടെ നീര് മാത്രം ചേർത്താൽ മതി ഒന്നിൽ. മറ്റൊന്നിൽ നമ്മുടെ ഉള്ളി, തക്കാളി, ഇനി അതുമല്ല വേറെ എന്തൊക്കെ പച്ചക്കറിയാണ് അതൊക്കെ ചേർത്തിട്ട് അതിലേക്ക് നാരങ്ങ നീര് കൂടി ചേർത്തിട്ട്, 2ൽ നാരങ്ങ നീര് കോമൺ ആണ്, അപ്പോൾ അതുകൂടി ചേർത്താൽ ഈ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റുള്ള ഒരു ചോളത്തിൻ്റെ ഒരു റെസിപ്പി റെഡിയായി. മറ്റേതിൽ പ്ലെയിനാണ്, ഉപ്പ്, കുരുമുളക് അതുപോലെ നാരങ്ങ നീര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് മൂന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. എൻ്റെ ഫോൺ കാണിച്ചേ. ഇത് കട്ലറ്റ് പോലെ ഉണ്ട് കാണാൻ വേണ്ടിട്ട്. വട്ടായിട്ട് ഇതിനൊരു സ്വീറ്റ് ടേസ്റ്റ്. ഇത് നെക്സ്റ്റ് ഇല്ല. ഒരു ലെമണിന്റെ ജ്യൂസിന്റെ ഭയങ്കര ടേസ്റ്റ് ആയിട്ട്. ഏറ്റവും ഇഷ്ടമായത് പറ. ഇതാണ് ഏത് കാണിച്ചാ. കടലിൽ